ഹായ് ഹലോ ഗുഡ് ഈവനിങ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പം ഞാൻ ഇന്ന് പറയാൻ വന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്സാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചില ആൾക്കാർക്ക് തലമുടി നല്ലതുപോലെ കെർല് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കെർലിങ് എന്ന് പറഞ്ഞാൽ ചുരുട്ടുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. നമുക്കത് വീട്ടിലെങ്ങനെ വളരെ പെട്ടെന്ന് ചുരുട്ടാം എന്നുള്ളൊരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ചിലവില്ലാതെ എങ്ങനെ ചുരുട്ടാം എന്നുള്ളതാണ്. നമുക്ക് റോളറുകൾ ഉപയോഗിച്ചാണ് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നത്, ചുരുട്ടുന്നത്. അപ്പോൾ റോളറുകളൊന്നും ഇല്ലാതെ നമ്മൾ മുമ്പ് മുടിയെല്ലാം ചുരുട്ടുമ്പോഴത്തേക്ക് സാധാരണ കമ്പ് ഉപയോഗിച്ച് ചുരുട്ടിയൊക്കെ വയ്ക്കാറുണ്ട്. പിന്നെ അതുപോലെ റോളറുകൾ ഉപയോഗിച്ച് പിന്നെ ആയപ്പോൾ റോളറുകൾ ഉപയോഗിച്ച് ചുരുട്ടാറുണ്ട്. ഇങ്ങനെയൊക്കെ മുടി ഒരുപാട് നീളമുള്ളവർക്കൊന്ന് ചുരുട്ടി അതിൻ്റെ തുമ്പ്, ഈ മുടിയുടെ തുമ്പിൻ്റെ അറ്റം ചുരുട്ടണമെന്നുള്ളവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് അത് നമുക്ക് കമ്പൊന്ന് ഉപയോഗിച്ച് കെട്ടിയിട്ടിട്ടൊന്ന് കിടന്നുറങ്ങിയാലൊക്കെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ കമ്പൊക്കെ കയറി കൊള്ളുകയാണെങ്കിൽ തലമുടിയിലായാലും കഴുത്തിലൊക്കെ കൊണ്ടാലും അത് മുറിഞ്ഞു പോകും. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, മുടി അങ്ങനെ കെട്ടിയിടാനോ വലിയ റിസ്ക് എടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊരു നിസ്സാരമായിട്ടുള്ളൊരു ടിപ്സാണ്. അതായത് നമുക്ക് എങ്ങനെ അത് ചെയ്യാമെന്നുള്ളത് നോക്കാം. അതിന് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കൂട്ടുകാരെ, നിങ്ങളിത് വീട്ടിലൊന്ന് പരീക്ഷണമല്ല, ഒന്ന് ചെയ്ത് നോക്കുക. നല്ല നീണ്ട തലമുടിയുള്ളവർക്ക് അറ്റം ഒന്ന് ചുരുട്ടിയിടണം, അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്കത് വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്നതാണ്. അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം മുടി നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം അതിനെന്ത് ചെയ്യണം, മുടി ഈർപ്പം നിലനിർത്തി തോർത്തിയെടുക്കുക. ഈർപ്പം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് നനവുണ്ടെങ്കിൽ മാത്രമേ അത് ആ രീതിക്ക് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഇതിന് ഏറ്റവും നല്ലത് ഈർപ്പമുള്ള മുടിയാണ്. എന്നിട്ട് ആ ഈർപ്പമുള്ള മുടിയിൽ നല്ലതുപോലെ ബ്രഷ് ചെയ്ത് ചീകിയിടുക. അതായത് കുരുക്കുകളില്ലാതെ ചീകിയിടുക. അതെന്ന് വെച്ചാൽ ഉടക്കെല്ലാം എടുത്ത് നല്ലതുപോലെ ചീകിയിടുക. നമ്മൾ സാധാരണ ഭാഷയിൽ പറയണമെങ്കിൽ ഉടക്കില്ലാതെ ചീകി നല്ല ഭംഗിയാക്കി എടുത്തിടുക. അതിനുശേഷം ഇതിനെ എന്ത് ചെയ്യണം, സെക്ഷൻ തിരിച്ചെടുക്കുക. സെക്ഷൻ തിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പം ഹെയർ കട്ടിങ്ങിന് പോകുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, കോമ്പ് ഉപയോഗിച്ച ശേഷം സ്റ്റെപ്പ് കട്ടിങ്ങും ലെയർ കട്ടൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മളിത് സെക്ഷൻ തിരിച്ചെടുത്തിട്ടാണ് അത് വെട്ടുന്നത്. അപ്പോൾ അതുപോലെ സെക്ഷൻ തിരിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ഭാഗം വിരലിൽ ചുറ്റി അറ്റം കെട്ടണം. അതായത് സെക്ഷൻ തിരിച്ചെടുത്തിട്ട് ഈ സെക്ഷൻ തിരിച്ചെടുക്കുന്ന ഭാഗം നമ്മുടെ കൈവിരലിൽ ചുറ്റിയ ശേഷം അതിനെ അറ്റം കെട്ടുക. ഇങ്ങനെ ആ സെക്ഷൻ്റെ ഓരോ 2 സെൻറ്റിമീറ്ററിലും ഓരോ കെട്ടുകൾ ഇടുക. അതായത് നമ്മൾ ഈ സെക്ഷൻ തിരിച്ചെടുക്കുന്ന തലമുടിയുടെ ഓരോ 2 സെൻറ്റിമീറ്ററിലും നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കെട്ടുകളിടുക. ഇട്ട ശേഷം ഇത് എന്ത് ചെയ്യണം, തലമുടിയിലെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്യുക. തലമുടിയുടെ അതായത് നമുക്ക് കെർലി ചെയ്യേണ്ട ആ ഭാഗം മുഴുവനും ഇതുപോലെ ചെയ്യുക. ചെയ്തതിന് ശേഷം രാത്രിയിൽ ഇങ്ങനെ ചെയ്തിട്ടതിന് ശേഷം കിടന്ന് ഉറങ്ങുക. രാവിലെ ആകുമ്പോൾ മുടി വിടർത്തി നോക്കുക. മുടി ചുരുണ്ട് നല്ലതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളിതൊരു സിമ്പിൾ ടിപ്സാണ്. ഇഷ്ടമുള്ളവരെല്ലാം ചെയ്തു നോക്കുക. എന്തായാലും ഈ വീഡിയോ കണ്ടിഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. ഇതൊരു സിമ്പിൾ ടിപ്സാണ്, നിങ്ങൾ ഇത് ചെയ്തു നോക്കുക.